കേരള സർവകലാശാലയുടെ പരീക്ഷാ ചോദ്യപേപ്പറിൽ പിഴവ്. രണ്ടാം സെമസ്റ്റർ സ്റ്റാറ്റിസ്റ്റിക്സ് പരീക്ഷാ ചോദ്യപേപ്പറിൽ തന്നെ ഉത്തരവും ഉണ്ടായിരുന്നു. ഒരു ചോദ്യവും ഒരു ഉത്തരവുമാണ് ഇങ്ങനെ നൽകിയത്. വീഴ്ച ഉണ്ടായിട്ടില്ല എന്നും അനുബന്ധ ചോദ്യമെന്ന നിലയിലാണ് ഉത്തരം നൽകിയതെന്നുമാണ് സർവകലാശാല അധികൃതരുടെ വാദം. വിവരങ്ങളുമായി ഹാൻസ് ജോൺ ചേരുന്നുണ്ട്. ഹാൻസ്, എന്ത് തരത്തിലുള്ള പിഴവുണ്ടായെന്നാണ് ഉദ്യോഗാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്നത്? ഇത് പിഴവല്ല എങ്കിലും പിന്നെ മറ്റെന്താണെന്നാണ്, ഏത് തരത്തിലാണ് ഈ അധികൃതരുടെ ഭാഗത്തുണ്ടാകുന്ന വിശദീകരണം? അരുണ്യ, ഇന്ന് കേരള സർവകലാശാലയ്ക്ക് കീഴിൽ നടന്ന BSc സ്റ്റാറ്റിസ്റ്റിക്സ് രണ്ടാം സെമസ്റ്റർ പരീക്ഷ ചോദ്യപേപ്പറിലാണ് ഇത്തരത്തിൽ പിഴവ് കണ്ടെത്തിയത്. സ്റ്റാറ്റിസ്റ്റിക്സിലെ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ് 2 എന്ന പേപ്പറിലെ ഓരോ മാർക്ക് വീതമുള്ള ചോദ്യമുണ്ട്. അതിൽ 5ാമത്തെ ചോദ്യത്തിലാണ് ഇത്തരത്തിൽ ചോദ്യത്തിനോടൊപ്പം തന്നെ ഉത്തരവും വന്നു എന്നുള്ള പരാതി ഉയർന്നത്. ഈ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുമ്പോഴാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം തന്നെ അതിനോടൊപ്പം ഉണ്ടെന്ന് കണ്ടെത്തിയത്. ഇത് പിന്നീട് അധ്യാപകരെ വിവരം അറിയിച്ചതിന് പിന്നാലെയാണ് ഈ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ടെന്നും ഈ ചോദ്യ പേപ്പറിൽ പിഴവുണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഈ വിഷയം പരീക്ഷാ കൺട്രോളറെ അറിയിച്ചു. പരീക്ഷാ കൺട്രോളർ ഇത് പരിശോധിക്കാനുള്ള നിർദ്ദേശം നൽകി. അത്തരത്തിൽ ബോർഡ് ഓഫ് സ്റ്റഡീസ് ചെയർമാൻ ഈ സംഭവം അന്വേഷിക്കുകയും പക്ഷേ വീഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു വിശദീകരണം നൽകുകയും ചെയ്തു. അനുബന്ധ ചോദ്യം എന്നുള്ള നിലയിലാണ് ഇത്തരത്തിൽ ഈ വിവാദ ഭാഗം ഉൾപ്പെടുത്തിയത്, അല്ലാതെ ആ ചോദ്യത്തിൻ്റെ ഉത്തരമെന്നുള്ള നിലയിലല്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പിഴവ് സർവകലാശാല അധികൃതർക്ക് പറ്റിയിട്ടില്ല എന്നാണ് ബോർഡ് ഓഫ് സ്റ്റഡീസ് ചെയർമാൻ ഇപ്പോൾ പരീക്ഷാ കൺട്രോളർക്ക് നൽകിയിരിക്കുന്ന മറുപടിയിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നിലവിൽ പ്രാഥമികമായി വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു നിലപാടിലാണ് പരീക്ഷാ കൺട്രോളർ ഉള്ളത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ബോർഡ് ഓഫ് സ്റ്റഡീസ് ചെയർമാൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും ഈ പരീക്ഷാ കൺട്രോളർ നേരിട്ട് നടത്തുന്ന അന്വേഷണത്തിൻ്റെ പശ്ചാത്തലത്തിലും വിശദമായ റിപ്പോർട്ട് BScക്ക് നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷമായിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള നടപടി ബന്ധപ്പെട്ട അധ്യാപകർക്കെതിരെയോ ഉദ്യോഗസ്ഥർക്കെതിരെയോ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. അരുണ്യ. ശരി, ഹാൻസ് ജോണാണ് വിശദാംശങ്ങൾ നൽകിയത്.